നമസ്കാരം. വീട്ടമ്മാസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിന്റെ എപ്പിസോഡിലൂടെ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 കഷ്ണം ബ്രെഡോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ എല്ലാം സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, മുരിഞ്ഞ സൈഡ്. അതിനുശേഷം ഈ ബ്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ മുരിഞ്ഞ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടോ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ബ്രെഡ് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ക്രിസ്പി ആകുന്ന ആ ഒരു പരുവം അതുവരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട്ലറ്റിൻ്റെയൊക്കെ പുറത്തൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ ഞാനൊരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം അതിലൊരു ഉപ്പിൻ്റെ രസം വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ പാലിലൊന്ന് കുതിർത്ത് വയ്ക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുതിരും. അപ്പോൾ പാലൊഴിച്ച് നമുക്കതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ നമുക്കെടുക്കാം. അപ്പോൾ ബ്രെഡ് പാലിൽ അവിടെ കുതിർന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ബ്രസ്റ്റിൻ്റെ പീസ് അതിൽ നിന്ന് എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി മുറിച്ചെടുത്തതാണ്. ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇത് ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി എടുക്കുക കേട്ടോ. അപ്പം ചിക്കൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം, വെള്ളം എല്ലാം വാർന്നു പോയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഒരടി ജസ്റ്റ് ഒന്ന് അടിച്ചതേ ഉള്ളൂ. ഇതുപോലെ ആ ഒരു പരുവത്തിൽ അടിച്ചെടുക്കുക. ഇനി നമ്മൾ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചിക്കൻ്റെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇടേണ്ടത് പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡർ എൻ്റെ കയ്യിലില്ല, ഞാൻ ചില്ലി പൗഡർ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പെപ്പർ പൗഡർ, ചില്ലി പൗഡർ ഞാൻ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇട്ട് ഒന്ന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഓൾ പർപ്പസ് സീസണിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ചിക്കൻ ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദമാവായാലും മതി. പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസ്. അപ്പോൾ ഇതിൽ 3ലും കൂടെ മുക്കിയിട്ടാണ് നമ്മൾ വറുത്ത് കോരുന്നത്. അപ്പം ചിക്കൻ്റെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിരുന്നു. 20 മിനിറ്റൊന്നും വേണ്ട, കുറച്ച് നേരം വെച്ചാൽ മതി. ഫ്രീസറിലാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം എടുക്കാം. എന്നിട്ട് കോൺഫ്ലോറിൽ നമ്മുടെ ആ നഗറ്റ്സിൻ്റെ ഷേപ്പിൽ ആദ്യം ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് പരത്തി നഗറ്റ്സിൻ്റെ ഷേപ്പാക്കി. വലിയ ഷേപ്പൊന്നുമില്ല, ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഷേപ്പല്ലേ നഗറ്റ്സിന്. എന്നിട്ട് കോൺഫ്ലോറിൽ മുക്കുക. പിന്നെ മുട്ട നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് മുക്കുക. അതിനുശേഷം അതിനെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കുക. മുക്കി എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് പറ്റുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിക്കൻ്റെ എല്ലാ ചിക്കനും ഇതുപോലെ നഗറ്റ്സിൻ്റെ ഷേപ്പിൽ പരത്തിയതിന് ശേഷം കോൺഫ്ലവറിലും മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നഗറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര മെനക്കേടാണെന്ന് വിചാരിക്കും. ഒരു മെനക്കേടും ഇല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സംഭവം ഈ പാപ്രിക്ക പൗഡറും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ നഗറ്റ്സ് എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടെടുത്ത് വറുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അതുപോലെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാലും മതി. അപ്പോൾ ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നഗറ്റ്സ് എല്ലാം റെഡിയായി. അപ്പം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിലോട്ട് മാറ്റിയിട്ടതിന് ശേഷം നമ്മുടെ നഗറ്റ്സ് ഓരോന്നായിട്ട് വറുത്ത് കോരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉള്ളു നന്നായിട്ട് വേവണം. അപ്പോൾ നമ്മൾ എപ്പോഴും സിമ്മിൽ അല്ലെങ്കിൽ മീഡിയം ടു സിം ആ ഒരു റേഞ്ചിൽ തീ ഇട്ടിട്ട് വേണം വറുത്ത് കോരാനായിട്ട്. അതായത് പുറം അങ്ങ് കരിഞ്ഞു പോകരുത്, എന്നാൽ ഉള്ളു വേഗം വേണം. കാരണം പച്ച ചിക്കനാണ് നമ്മളിതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നഗറ്റ്സ് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് വെച്ചിട്ട് നമുക്ക് കഴിക്കാം, അല്ല വെറുതെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.